ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട മകൾ ശ്രീനന്ദ നമ്മളെ എല്ലാവരെയും വിട്ടുപോയി. ഇന്ന് ആ കുട്ടിയുടെ അവസാനത്തെ ചടങ്ങുകളും പൂർത്തിയായി. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഒരുപാട് മോശം കമൻറ്റുകൾ ഈ കുട്ടിയെക്കുറിച്ചും ഈ കുട്ടിയെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരോട് പറയാനുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് ആർക്കും നമ്മൾ ഈ വാർത്ത വായിച്ച അല്ലെങ്കിൽ അതോർത്ത് സങ്കടപ്പെട്ട ഈ കുട്ടി തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി മോശം കമന്റ് ഇടുന്ന ഊഹാപോഹങ്ങൾ നടത്തുന്ന ആർക്കും യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ആരുമല്ല പോയത്, ഒരു പെൺകുട്ടി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ആ കുട്ടിക്ക് അപകടം പറ്റിയെന്ന് കണ്ടു. ഒരുപക്ഷെ നമ്മളെ മക്കളെ പോലെ കരുതിയിട്ട് വിഷമിച്ചു. ആ കുട്ടി മരിച്ചുപോയി. അതോടുകൂടെ നമ്മൾ കുറെ മോശം കമന്റുകൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് മോശം കമന്റുകൾ ഇട്ടു. അതിനപ്പുറം നമുക്ക് എന്ത് നഷ്ടമാണ് സംഭവിച്ചത്? നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ ഈ പെൺകുട്ടിയെ നമ്മൾ മറന്നുപോകും. പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ശ്രീനന്ദ എന്ന് പറയുമ്പോൾ അത് ഏത് കുട്ടി? അത് അന്ന് പണ്ട് അവിടെ പോയി ആക്സിഡന്റിൽ മരിച്ചില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കും ഇന്ന സ്ഥലത്ത്, മറ്റേ ആ തമിഴ്നാട്ടിലെ ആ സ്ഥലത്താണോ? അപ്പൊ അവര് പറയും അല്ല, കർണാടകയിലെ സ്ഥലത്ത്. അത്രേ ഉള്ളൂ. അത് നമ്മുടെ ഓർമ്മയിൽ നിന്നും ആ കുട്ടി പൂർണ്ണമായിട്ടും ഒരു കാലത്ത് ഇല്ലാതാവും. നമ്മുടെ ഒരു ചെറിയ ഓർമ്മയിൽ ഉണ്ടാവും പണ്ട് ആക്സിഡന്റ് പറ്റി, അപകടത്തിന് പറ്റി, ആ ഒരു എന്തോ ഒരു കൊക്കയിൽ പോയിട്ട് മരിച്ചു. അങ്ങനെ നിസ്സാരമായിട്ട് നമ്മൾ മറന്നു കളയുന്ന ഒരു സംഭവം മാത്രമാണ് ഈ ശ്രീനന്ദ എന്ന് പറയുന്നത്. നമുക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ജീവിതകാലം മുഴുവൻ നഷ്ടം സംഭവിച്ചത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ആ കുട്ടിയുടെ കൂടപ്പിറപ്പിനും മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും. ആ കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഓർത്ത് വേദനിക്കും. ഏറ്റവും കൂടുതൽ ആ മാതാപിതാക്കള് അവരുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെ ഓർത്ത് വേദനിച്ചുകൊണ്ടേയിരിക്കും. ആ മാതാപിതാക്കളെയാണ് ഇവിടെ ഈ കമന്റ് ഇടുന്ന വൃത്തികെട്ട ആളുകള് ഈ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്, മോശം കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ പാരന്റിങ് ശരിയായിട്ടില്ല എന്ന് പറയുന്നത്, അവർ ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നത്. നമുക്കൊക്കെ അതിന് എന്ത് അവകാശം ഉള്ളത്? സത്യത്തിൽ ഇന്ന് ആ കമന്റ് ബോക്സുകൾ, ഈ കുട്ടി മരിച്ചതിന്റെ വാർത്തയുടെ അടിയിലെ കമന്റ് ബോക്സ് കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. എന്തിനാണ് ആളുകൾ ഇത്ര ക്രൂരമായിട്ട് അവരെ ആക്രമിക്കുന്നത് എന്ന് തോന്നിപ്പോവാണ്. എന്തിനാണ്? നമ്മളിപ്പോ അവര് ശ്രദ്ധിച്ചില്ല, ആ കുട്ടിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് അപകടം പറ്റിയത്. ഇങ്ങനെ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ എന്തിനാണ് യാത്ര പോകുന്നത്? അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് യാത്ര പോയാൽ പോരെ? അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ അവരോട് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതമൊക്കെ നമ്മൾ വേറുള്ളവർ പറയുന്ന പോലെയാണോ ജീവിക്കുന്നത്? നമ്മൾ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വന്തം സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരല്ലേ? നമ്മൾ ഇതേപോലെ നമുക്ക് ശ്രദ്ധക്കുറവുകൾ വരാറില്ലേ? നമ്മളെ കയ്യിൽ നിന്ന് അപകടങ്ങൾ സംഭവിക്കാറില്ലേ? നമുക്ക് പറ്റുന്ന അപകടങ്ങൾ നമ്മുടെ ശ്രദ്ധക്കുറവല്ലേ? അപ്പൊ എന്തിനാണ് നമ്മൾ ആ കുട്ടി നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കമന്റുകൾ ഇട്ടിട്ട് വേദനിപ്പിച്ചും അപമാനിച്ചും കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അവര് ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. അവർ ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഒരു ദിവസം അവർ ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ മരണത്തിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ അവരെ എത്രമാത്രം വിഷമിപ്പിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആ ഒരു അച്ഛനും അമ്മയും ആ കുട്ടി മരിച്ചുപോയ ദുഃഖം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാനോ മായാനോ ഒന്നും പോകുന്നില്ല. ഇനിയുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ സ്വയമായിട്ട് അവരുടെ ഒരു ശ്രദ്ധക്കുറവിനെ പഴിച്ചുകൊണ്ടും അവര് സ്വയം വിധിക്കുന്ന കുറെ ശിക്ഷകളിലൂടെ ആയിരിക്കും അവരുടെ ഇനിയുള്ള ജീവിതം കടന്നു പോവുക എന്നുള്ളതാണ്. അവരുടെ ഒരു മാനസിക നില പോലും തകരാറിലാവുന്ന വിധത്തിൽ ഇത്രയും വേദനയുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവർക്ക് ഒരിക്കലും ആ ഒരു ട്രോമയിൽ നിന്നും ആ ഒരു നഷ്ടത്തിൽ നിന്നും ഒന്നും കരകയറാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ ഇത്തരം കമന്റുകൾ ഇട്ട് കാലാകാലം ആ കമന്റ് അവിടെ കടന്ന് അവർ
അവരെ നിരന്തരം കുത്തി വേദനിപ്പിക്കുന്ന വിധത്തിൽ ഇത്തരം കമന്റുകൾ ഇടാൻ എങ്ങനെയാണ് ഈ ആളുകൾക്ക് സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഈ മലയാളികൾക്ക് എപ്പോഴും കുറ്റം പറയാൻ ആരെങ്കിലും വേണം എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളെ തെറി വിളിക്കുക, കുറ്റം പറയുക, ഇതൊക്കെ ഒരു ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. നമ്മൾ പറയല്ലോ മലയാളി ഭയങ്കര പ്രബുദ്ധരാണ്, ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും മലയാളിയെ പോലുള്ള ആളുകളെ കാണാൻ പറ്റില്ല, കേരളം ആനയാണ് ചേനയാണ് എന്നൊക്കെ. ഒരു തേങ്ങയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വൃത്തികെട്ട്, ഇത്രയും മാനസിക രോഗികളായിട്ടുള്ള ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ കമന്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ മാതാപിതാക്കളെ നായ്ക്കൾ എന്ന് വിളിച്ചിട്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ ആ പ്രൊഫൈൽ പോയി നോക്കിയത് ലോക്ക് ചെയ്ത് വെച്ചിട്ട്, ഈ തെറി വിളിക്കുന്ന ആളുകളൊക്കെ ഒന്നില്ലെങ്കിൽ ഫേക്ക് പ്രൊഫൈലായിരിക്കും, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും തെറി വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തുമാത്രം മാനസിക രോഗികളാണ് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ കുട്ടിയെ ഇവര് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. ആ ഒരു 1, 2, 3, 5 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ആ കുട്ടി മിസ്സായത്. ആ കുട്ടി അതുവരെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. ആ മാതാപിതാക്കളുടെ കണ്ണിന് മുൻപിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഒരു 4, 5 മിനിറ്റ് വ്യത്യാസത്തിൽ ആ കുട്ടിയെ കാണാതാവുന്നു. ആ കുട്ടി സെൽഫി എടുത്തൊരു സ്ഥലം, അതൊരു നിരോധിത മേഖലയാണ്. അവിടേക്ക് വിട്ടത് മാതാപിതാക്കൾ തന്നെയാണ്. തെറ്റാണ്, അല്ല എന്ന് പറയുന്നില്ല. അവരുടെ കണ്ണിന്റെ മുന്നിൽ നിന്നാണ് ആ കുട്ടി അവിടെ പോയി ആ പാറപ്പുറത്തിരുന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനാണ് ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്. അതിനുശേഷം ആ കുട്ടി താഴേക്ക് നോക്കും എന്നുള്ളത് കൊണ്ട് അതിനോട് ദേഷ്യപ്പെട്ടിട്ട് തിരിച്ചു കയറി വാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ആ ബാരിക്കേഡിന്റെ അപ്പുറത്ത് കടത്തിയത് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. പിന്നീട് അവിടെ പുറത്ത് തിണ്ടിലിരുന്നിട്ട് ആ കുട്ടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ആ കൂട്ടത്തിലുള്ള ആളുകളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റിലാണ് ആ കുട്ടി മിസ്സാവുന്നത്. ആ കുട്ടി ഒരുപക്ഷെ ആ ഒരു സ്ഥലം, ആ ആഴമുള്ള കൊക്കുള്ള സ്ഥലം കാണണമെന്ന് ആ കുട്ടിക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് ആ കുട്ടി വീണ്ടും അവിടേക്ക് പോയപ്പോൾ കാൽ വഴുതി താഴേക്ക് വീണതായിരിക്കാം. ഒരു 5 മിനിറ്റ് ആ മാതാപിതാക്കൾ ആ കുട്ടിയെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ആ മാതാപിതാക്കൾ വളരെ മോശക്കാരാണ്, അവരുടെ പാരന്റിങ് വളരെ മോശമാണ്, ആ കുട്ടി അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ 24 മണിക്കൂറും കണ്ണിന്റെ മുന്നിലിട്ട് അങ്ങോട്ട് തിരിയാതെ ഇങ്ങോട്ട് തിരിയാതെ വളർത്തുന്നവരാണോ? ഒരിക്കലുമല്ല. നമ്മളെപ്പോഴും വിചാരിക്കുക കുട്ടികൾ സ്വയം പര്യാപ്തരാവണം, അവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, നമ്മളൊരു പക്ഷെ പെട്ടെന്ന് ഇല്ലാതായാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം, അവർ നല്ല ശക്തരായിട്ട് മാനസികമായി കരുത്തുള്ളവരായിട്ട് വളരണം. അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടും ഒക്കെ വളർത്തുന്നത്. ആ മാതാപിതാക്കൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുട്ടികളെ തുറന്നു വിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോ, തോന്നിയ പോലെ നടന്നോ എന്ന് പറഞ്ഞ് വളർത്തുന്ന കുട്ടികളൊന്നും അല്ലാതെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില വാർത്തകൾ വെച്ചിട്ട് എല്ലാതും ഒരുപോലെ വിശകലനം ചെയ്യരുത് എന്നേ പറയാനുള്ളൂ. ഇപ്പൊ ഇതിനിടയിലൊക്കെ വളരെ മോശമായിട്ടുള്ള കമന്റ് ഞാൻ കണ്ടു. ആ കുട്ടിയുടെ ഫോൺ പരിശോധിക്കണം, ആ കുട്ടിക്ക് കാമുകനുണ്ടോ നോക്കണം, ആ കുട്ടി ആത്മഹത്യ ചെയ്താണോ നോക്കണം, ആ കുട്ടി അവിടെ നിന്ന് ചാടിയതാണോ നോക്കണം, ആ സെൽഫി എടുത്തിട്ട് തിരിച്ചു വന്ന സമയത്ത് അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ആ കുട്ടി ആത്മഹത്യ ചെയ്താണോ നോക്കണം, ആ കുട്ടിയുടെ 10ാം ക്ലാസ് എക്സാമിന് തോൽക്കാൻ പോകുന്നത് കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്താണോ നോക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് തോന്നുന്ന വിധത്തിലുള്ള മാനസിക രോഗം മൂലമുള്ള കമന്റുകളാണ് നിങ്ങൾ ഇട്ടുകൊണ്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ആ മാതാപിതാക്കളെ എങ്ങനെ സഹിക്കും? ആ മാതാപിതാക്കൾ പിന്നീട് ഒരു കാലത്ത് ഈ കമന്റ് കാണുമ്പോൾ ഈ രീതിയിൽ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. ആർക്കാണ് അതിന്റെ നഷ്ടം? നിങ്ങൾക്ക്, ആ മാതാപിതാക്കൾക്കല്ലാതെ വേറെ ആർക്കുമല്ല അതിന്റെ വിഷമം എന്നുള്ളത്. ഈ കമന്റ് ഇടുന്ന ഒരാൾക്കും അല്ല അതിന്റെ വിഷമം എന്നുള്ളത്. അവർ ജീവിതകാലം മുഴുവൻ ആ വേദനയിൽ ജീവിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ആളുകളെ ഒരു കുറ്റപ്പെടുത്താൻ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളെ കുട്ടി നമ്മളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി മരണപ്പെട്ടു, ഒരു 5 മിനിറ്റിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് ആ കുട്ടി നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് നീ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ ആ കുട്ടി പോയത് എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? അവർ ഇനിയുള്ള ജീവിതത്തിൽ ആ മുറിവുകളൊക്കെ ഉണങ്ങി ഇനി അവർക്കൊരു മകൻ കൂടെ, ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നതിന് പകരം അവരെ പിന്നീട് മാനസികമായി തളർത്തി അവരെ ഒരു ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണോ നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം? ഈ കുട്ടിയെ മോശമായിട്ടാണ് അവർ വളർത്തിയതെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് കണ്ടു. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടിയെ അവർ വളർത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്ര നല്ല ഫോട്ടോകൾ ആ ഒരു ഫേസ്ബുക്കിൽ ആ അമ്മ അഭിമാനത്തോടു കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ജീവിതത്തിലെ ഓരോ വളർച്ചയും, ആ കുട്ടി നേടിയ ഓരോ നേട്ടങ്ങളും, നല്ല മനോഹരമായി പാട്ട് പാടുന്ന, ചിത്രം വരയ്ക്കുന്ന, പഠിക്കുന്ന എല്ലാ കഴിവുകളും ചേർന്നിട്ടുള്ള ഒരു അപൂർവമായിട്ട് ദൈവം സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അത്. അതിനെ ആ പാരൻസ് അങ്ങനെ ട്രെയിൻ ചെയ്ത്, അങ്ങനെ ശ്രദ്ധിച്ച്, അങ്ങനെ സ്നേഹത്തോടു കൂടെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണത്. അവരെ കയ്യിൽ നിന്ന് ആ കുട്ടി കൈവിട്ടു പോയി. അവരുടെ അശ്രദ്ധ എന്ന് പോലും പറയാൻ പറ്റില്ല. അവരൊരു ഗ്രൂപ്പായിട്ട് യാത്ര പോകുമ്പോൾ നമ്മളെ
എപ്പോഴും ഗ്രൂപ്പായിട്ട് യാത്ര പോകുമ്പോൾ ഓരോ ടീമായിട്ട് തിരിയും. കുട്ടികളൊക്കെ ഉള്ളൊരു ടീം, മുതിർന്നവരൊക്കെ ഉള്ളൊരു ടീം, അങ്ങനെ ഒരു ടീമായിട്ട് തിരിയും. റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഒരു ടീം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇന്ന കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കും ഈ കുട്ടി, ചിന്തിക്കും. ആ ഒരു സെക്കൻഡിൽ ആ കുട്ടി നഷ്ടപ്പെട്ടു പോയതിന് നിങ്ങൾ ഇത്രമാത്രം കമന്റുകളിലൂടെ മോശമാക്കിയിട്ട് അവരെ അപമാനിക്കാൻ മാത്രം ഉണ്ടോ? ഈ മാതാപിതാക്കളെ ചോദ്യം ചെയ്യണം, അവരുടെ പേരിൽ കേസ് എടുക്കണം, അവരെ കുറച്ച് ദിവസം ജയിലിലിട്ടാലേ അവർ പഠിക്കൂ എന്നുള്ള രീതിയിലൊക്കെ മോശമായിട്ടുള്ള കമന്റ് ഇടുന്ന ആളുകളോടാണ് പറയാനുള്ളത്. ഈ അവസ്ഥയൊക്കെ, ഈ സ്ഥാനത്തൊക്കെ ആർക്കും വന്ന് നിൽക്കാൻ ഒരു സെക്കൻഡേ വേണ്ടു. നമ്മളെ കയ്യിൽ നിന്ന് ആരും നഷ്ടപ്പെട്ടു പോവാം. നമ്മളുടെ അബദ്ധം കൊണ്ട് എന്ത് സംഭവിക്കാം? നമ്മൾ എത്രയോ കാണുന്നുണ്ട് ഈ കുട്ടികൾ വാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഓടുമ്പോൾ വണ്ടി വന്നിട്ട് ഇടിക്കുന്നു. അത് ഒരു സെക്കൻഡിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് വിധി എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊന്നും അശ്രദ്ധ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികൾ എവിടെയെങ്കിലും അടങ്ങി നിൽക്കില്ല, പെട്ടെന്ന് ഓടും. ഒരു വളർന്നു വരുന്ന പ്രായമാണ്, അവർക്ക് ഒരുപാട് ആകാംക്ഷകൾ, അത് അവിടെ എന്താ ഉള്ളത് കാണണം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ആ കുട്ടിക്ക് ആ ഒരു ഒറ്റ നിമിഷത്തിൽ തോന്നിയ ഒരു പൊട്ട ബുദ്ധി കൊണ്ടാണ് ആ കുട്ടി അവിടെ ആ ഒരു വ്യൂ പോയിന്റിൽ പോയിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ കുറേ, ഈ ബന്ധുക്കൾ തന്നെ കുറേ ഊഹങ്ങൾ പറഞ്ഞു അങ്ങനെ സംഭവിച്ചായിരിക്കാം. അത് അവരവരുടെ സമാധാനത്തിന് പറയുന്നതും കൂടിയാണ്. അവിടുന്ന് പെട്ടെന്ന് ചാടി മരിച്ചുപോയി എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുണ്ടാവില്ല. അവർ ചിന്തിക്കുന്നത് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും കുറച്ച് അപകടത്തിലാണെങ്കിലും ആ കുട്ടി ജീവനോടെ ഇരിക്കുന്നുണ്ട്, ആ കുട്ടിയെ രക്ഷപ്പെടുത്താമെന്നൊക്കെ ഉള്ളതും കൂടെ അവരുടെ സമാധാനമാണ്. അതാണ് അവർ പറഞ്ഞത്. പിന്നെ ആ കുട്ടിയെ കിട്ടിയ സ്ഥലം വേറെയായിരുന്നു. അതൊക്കെ ഒരു ന്യൂസിൽ വന്ന കുറെ പിഴവുകൾ കൊണ്ട് സംഭവിച്ചതാണ്. ആ കുട്ടിയെ കിട്ടിയത് ആ പറയുന്ന വ്യൂ പോയിന്റിന്റെ താഴെ, കറക്റ്റ് താഴെ എന്ന് തന്നെയാണ് ആ കുട്ടിയെ കിട്ടിയിട്ടുള്ളത്. അതിന്റെ വിഷ്വൽസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി 24 മണിക്കൂറും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ മാനസിക രോഗികളോട് ആണ് പറയുന്നത്. ഞാൻ ആ കുട്ടിയുടെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര ഒരു നല്ല കുട്ടിയാണത് എന്നുള്ളത്. ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുട്ടി, എങ്ങനെ ആ മാതാപിതാക്കൾ അതിനെ അതിജീവിക്കും, സഹിക്കും എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു വിഷമം നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവിടെ പോയിട്ടാണ് ഇങ്ങനെയുള്ള മോശം കമന്റുകൾ ഇടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടെ ചിന്തയോടുകൂടെ വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാന്നേ പറയാനുള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന രീതിയിൽ, മനസ്സ് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ദൈവത്തിന്റെ കയ്യിൽ കണക്കുണ്ട് എന്ന് പറയും. നമ്മൾ പറയുന്ന മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഓരോ വാക്കിനും ദൈവം
ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ കണക്കുണ്ടായിരിക്കും എന്ന് നമ്മൾ പറയും. അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ തോന്നിയ പോലെ എടുത്ത് വാരി വെതറുമ്പോ ഉണ്ടല്ലോ, കുറച്ചൊക്കെ ചിന്തിക്കുക. നമ്മളെ വീട്ടിലും കുട്ടികളുണ്ട്, നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. അത്രയും വിഷമം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി.